ഈ ടൂറിസം വകുപ്പിന്റെ കുറെ പ്രോജക്റ്റുകളുണ്ട്, കുറെ ബീച്ച് റിസോർട്ട്, അതിനനുബന്ധമായിട്ടുള്ള കുറെ കാര്യങ്ങൾ. അത് ഒരു ടെൻഡറാ. 5 വർഷത്തെ കാലയളവിൽ കുറച്ച് വൈവിധ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ലാഭകരമായിരിക്കില്ലേ? പറഞ്ഞോളെ. അച്ഛാ, ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ആളുകളിപ്പോ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത് വിനോദത്തിനാ, പ്രത്യേകിച്ചും കൊറോണ കാലത്തിനൊക്കെ ശേഷം. അതെന്താ കൊറോണ കാലത്തിന് ശേഷം? എനിക്കത് മനസ്സിലായില്ല. അത് ഇത്രേ ഉള്ളൂ. അതുവരെ ആളുകള് കിട്ടുന്ന കാശൊക്കെ ഇങ്ങനെ കെട്ടിപ്പൂട്ടി കാത്തുവെച്ചു. കൊറോണ വന്നപ്പോ ഒരു പ്രതീക്ഷയില്ലാത്ത മരണങ്ങളൊക്കെ നടന്നപ്പോ ആയുസിനെ കുറിച്ച് എല്ലാവർക്കും ടെൻഷനായി. പിന്നെ കാത്തുവെച്ചിട്ടൊന്നും കാര്യമില്ല, ജീവിതം ഉള്ളപ്പോ തന്നെ അത് ആസ്വദിക്കണേ എന്ന് തീരുമാനിച്ചു. അതാണിപ്പോ ടൂറിസം മേഖലയിൽ കാണുന്ന ഈ തിരക്കിന്റെയൊക്കെ അർത്ഥം. ഞാൻ തോറ്റു മോളെ. ഇത്രയും ഭംഗിയായിട്ടൊരു ഇൻഡസ്ട്രിയെ കുറിച്ച് പഠിച്ച മോള് കൂടെ ഉള്ളപ്പോ അച്ഛൻ ഈ പ്രോജക്റ്റ് തന്നെ ചെയ്യും. ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ വരില്ലേ അനിയ? ഇപ്പൊ എന്തിനാ അത്? ചേച്ചി, ഒരു മിനിമം ഗ്യാരണ്ടി ബിസിനസ് തുടങ്ങുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. റിസ്ക് എടുത്ത് വേണം ഉയരങ്ങളിലേക്ക് കുതിക്കാൻ. ആരോട് വാശി തീർക്കാണ് അല്ലേ? എനിക്കങ്ങനെ ആരോടും ഒരു വാശിയുമില്ല. ഇത് എന്റെ മോക്ക് വേണ്ടി ഞാൻ തുടങ്ങുന്ന എന്റെ ബിസിനസ്സാ. അങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൽ കൃത്യമായൊരു വിഹിതം, ഒരു പങ്കാളിത്തം ശാന്തിക്കുണ്ടാവും. എനിക്കെന്തിനാ സാർ ഇതൊക്കെ? ഞാൻ എന്തിനാ ഇതൊക്കെ കൂട്ടി വെക്കുന്നേ? അതങ്ങനെ തന്നെ വേണം ശാന്തി. നിന്റെ കയ്യിൽ വരുന്ന പണം നിനക്കത് ഇങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ തരുന്നത് എന്റെ ഒരു മനസ്സമാനത്തിനാ. ഇത്രയും കാലം എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് നീ നിന്റെ ജീവിതം ഇല്ലാതാക്കിയതിന് എന്റെ ഒരു പരിഹാരം, അത്രേ ഉള്ളൂ. ആ പിന്നെ മോളെ, ഞാൻ പറഞ്ഞ ആ ബീച്ച് റിസോർട്ട് പ്രോജക്റ്റിന്റെ ടെൻഡർ എടുക്കുന്നത് ഇന്നാ. ആ, അതിന് മുൻകൂട്ടി അപേക്ഷിക്കണ്ടേ? അല്ലാതെ ഇന്നത്തെ ദിവസം ചെന്ന് ലേലത്തിൽ പങ്കെടുക്കാൻ പറ്റുമോ? എന്തായാലും നിങ്ങളോടൊക്കെ ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ ലേലത്തിൽ പങ്കെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പോയാൽ മതി. അച്ഛനും മോളും കൂടാ പോന്നേ. അതെന്തിനാ കൃഷ്ണമോളെ കൂട്ടുന്നത്? ചേച്ചി കേട്ടതല്ലേ, ഇത്രയും അറിവുള്ള ഒരാൾ വീട്ടിലുണ്ടായിട്ട് കൂട്ടായിരിക്കുന്നത് മോശമല്ലേ? അവിടെ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായ കമ്പ്യൂട്ടറിൽ നിന്ന് വരുന്നതിന് മുമ്പ് തന്നെ അതിനുള്ള പ്രശ്നപരിഹാരം എന്റെ മോള് പറഞ്ഞിട്ടില്ലേ? ലേലം പിടിക്കുന്നതൊക്കെ അച്ഛൻ വിചാരിക്കുന്ന പോലെ എളുപ്പമായിരിക്കില്ല. സംഗതി ശരിയാ. എനിക്കൊരു 10-20 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടല്ലോ നാട്ടിലെ കാര്യങ്ങളിലൊക്കെ. പക്ഷെ നമുക്ക് നോക്കാം മോളെ. ഈ ലേലത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോ അത് വിജയിക്കാൻ വേണ്ടി എടുക്കേണ്ട ചില ടെക്നിക്കുകളുണ്ട്. അതിന് പറ്റിയ 2-3 അണ്ണന്മാര് നമ്മുടെ കയ്യിലുണ്ട്. നമുക്കൊന്ന് വിളിച്ചു നോക്കാം, അവന്മാരുടെ അഡ്വൈസ് കൊടുക്കാം. എന്തായാലും നമ്മൾ പോകുന്നു, ഈ ടെൻഡർ നമ്മൾ പിടിക്കുന്നു. അക്കാര്യം മോൾ ഉറപ്പിച്ചോ? ഞാൻ പ്രാർത്ഥിക്കാം, അത്ര എന്നെ കൊണ്ട് നടക്കൂ. മതി ശാന്തി, നിന്റെ പ്രാർത്ഥന തന്നെയല്ലേ കാര്യങ്ങൾ ഇത്രത്തോളം എത്തിച്ചത്. ഇനി അങ്ങോട്ടും നമ്മൾ സുഖമായിട്ട് തന്നെ മുമ്പോട്ട് പോകും മോളെ. അപ്പോ ഗെറ്റ് റെഡി.